ഹലോ ഗായ്സ്. അപ്പോൾ നമ്മൾ മുമ്പത്തെ വീഡിയോയിലൊക്കെ വിത്തിട്ട് മുളച്ച് തക്കാളിയൊക്കെ അത്യാവശ്യം ആയിട്ടുള്ളതും ബാക്കിയുള്ളതൊക്കെ വിത്തിട്ട് മുളച്ചതൊക്കെ കാണിച്ചു തന്നു. പക്ഷേ പിന്നത്തെ റിസൾട്ട് കാണിച്ചു തന്നില്ലല്ലോ. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഈ തക്കാളി എപ്പോൾ പഴുക്കും എന്ന് കരുതി നോക്കിയിരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. പക്ഷേ ഇപ്പോൾ ഒരു കളർ ചേഞ്ച് കണ്ടപ്പോൾ ഞാൻ തോന്നി വീഡിയോയും കൂടി എടുക്കാമെന്ന് കരുതി കേട്ടോ. അതുകൊണ്ടാണ് വീഡിയോ എടുത്തത്. അപ്പോൾ പയറുകളൊക്കെ അത്യാവശ്യം ശരിയായിട്ടുണ്ട്, പക്ഷെ കായ് പിടിച്ച് തുടങ്ങിയിട്ടില്ല. വയലറ്റ് പയർ മാത്രം കായൊക്കെ പിടിച്ചിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല, അത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നിട്ട് വിത്തിട്ടതാണ്. അപ്പോൾ അത് കുഴപ്പമില്ലാതെ നന്നായിട്ട് ഗ്രോ ഉണ്ട് കേട്ടോ. പിന്നെ പച്ചമുളക് ഉണ്ടായിട്ടുണ്ട്. പിന്നെ തക്കാളിക്ക് നിറയെ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ അത് കുറച്ച് 2-3-4 പൊട്ടയായി പോയി. വെള്ളം കറക്റ്റ് ടൈം എന്താ പറയുക, നല്ല വെയിലുമല്ല. അപ്പം ഞങ്ങൾ ഇവിടുന്ന് 2-3 ദിവസം മാറി നിന്നതുകൊണ്ട് വെള്ളം കിട്ടാത്തതുകൊണ്ടാണോ എന്തോ അറിയില്ല. അതറിയണവർ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതുകൊണ്ടൊന്നും അറിയില്ല, തക്കാളി കുറച്ച് പോയിട്ടുണ്ട്. പിന്നെ ഈ ഉള്ള തക്കാളിയൊക്കെ കളറായി തുടങ്ങുന്നുണ്ട്, പഴുത്ത് തുടങ്ങുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മളിത് ആ മുരിങ്ങൻ്റെ ഇല പ്രൂൺ ചെയ്ത് ഇപ്പോൾ നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ കുറച്ച് മുരിങ്ങൻ്റെ ഇലയും പിന്നെ കറിവേപ്പിലയും പൊട്ടിച്ചു കേട്ടോ. പിന്നെ നമ്മുടെ ആ വെണ്ടയ്ക്ക ഉണ്ടല്ലോ ഗായ്സ്, അത് നിറയെ കായ് പിടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര സന്തോഷം. ഇനി അത് വളർന്നും കൂടി കിട്ടിയാലാണ് അതിലേറെ സന്തോഷമാവുക കേട്ടോ. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം കുട്ടികൾ പറഞ്ഞു നമുക്ക് സമൂസ ഉണ്ടാക്കിയാലോ എന്ന്. അപ്പോൾ ഓക്കേ എന്ന് പറഞ്ഞു. ഞാനങ്ങനെ സമൂസ ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ദിക്ര വന്നിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ പോരാത്തതിന് പരീക്ഷയാണ്, എക്സാമിന്. ഒരു സൈഡ് പഠിക്കണമുണ്ട്, ഒരു സൈഡ് എന്നോട് വന്ന ഓരോ കാര്യങ്ങൾ ചോദിക്കുകയാണ് കേട്ടോ ദിക്രും. അപ്പോൾ പിന്നെ സൈഡായിട്ട് എന്താ നമുക്ക് പായസം ഉണ്ടാക്കാമല്ലോ എന്ന് കരുതി. അങ്ങനെ പായസവും സമൂസയും കൂടിയാണ് കേട്ടോ നോമ്പ് തുറക്കാനായിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതിൻ്റെ ഒപ്പം നമുക്ക് നല്ല പയറുപ്പേരിയും പിന്നെ മുട്ട ഓംപ്ലേറ്റും ചിക്കൻ കറിയും പിന്നെ ചപ്പാത്തി ദോശ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് കോംബോ നമ്മുടെ നോമ്പ് തുറക്കാനുള്ളത്. ആരേലും ഇതുപോലെ നോമ്പ് തുറന്നിട്ടുണ്ടോ? ആരേലും ഇതേപോലെ മിക്സ് ചെയ്തിട്ട് കഴിച്ചിട്ടുണ്ടോ? പ്രത്യേക ടേസ്റ്റാണ്. അപ്പം നമ്മുടെ ഒലിവും ദിക്റാനൊക്കെ വെറുതെ പയറ് വാരി തിന്നുകയാണ് കേട്ടോ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണിത്. അപ്പം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി